കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. പിന്നെ വീടുകളിലൂടെ അല്ലെങ്കിൽ നിശബ്ദമായ വോട്ടുറപ്പിക്കൽ ചുമതലയാണ് അടുത്ത മണിക്കൂറുകളിൽ മറ്റന്നാൾ രാവിലെ വരെയുള്ള സമയങ്ങളിൽ സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ടവരും പാർട്ടി പ്രവർത്തനമൊക്കെ നടത്താൻ പോകുന്നത്. എന്തായാലും സ്ലിപ്പ് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെ എല്ലാ പ്രചാരണങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, വളരെ ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങൾ. പ്രത്യേകിച്ചും എറണാകുളത്ത് 2020 സാന്നിധ്യം അത് ത്രികോണപ്പൂരിനപ്പുറമുള്ള പൂരിലേക്ക് പോകുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത ഫലങ്ങളാകാം കൊച്ചി കോർപ്പറേഷൻ സമീപത്തെ പഞ്ചായത്തുകളിലൊക്കെ വരാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടോ എന്ന് ഒരുപക്ഷെ തെളിയിക്കാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പ് ആകാം ഒരുപക്ഷെ. എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടികളുമൊക്കെ ശബ്ദമയമായ പ്രചാരണത്തിലാണ്? തീർച്ചയായും ദിവിഷ്, പരസ്യ പ്രചാരണം അവസാനിക്കാൻ കേവലം 3 അല്ലെങ്കിൽ 4 മണിക്കൂറിൽ താഴെ മാത്രമാണ് അവശേഷിക്കുന്നത്. അവസാന വോട്ടും പെറുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമൊക്കെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൈവശമുള്ള മുന്നണികൾ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിലവിൽ പ്രതിപക്ഷത്തുള്ളവർ ഭരണവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നതിന് തിരക്കിലാണ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ 34ാം ഡിവിഷനിലാണ്. KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസ് മത്സരിക്കുന്ന ഡിവിഷനാണിത്. ജോർജ് നാനാട്ടാണ് LDF സ്വതന്ത്രമായി മത്സരിക്കുന്നത്. കൂടാതെ ആപ്പിൻ്റെയും ഒപ്പം 2020 മുഖ്യ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 3 മണിക്ക് ശേഷം മാത്രമാകും കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കലാശക്കൊട്ടുകൾ തുടങ്ങുക. വിവിധ മുന്നണികൾ വിവിധ പ്രദേശങ്ങൾ ഓരോ ഡിവിഷനുകളും കേന്ദ്രീകരിച്ചും ചിലയിടങ്ങളിൽ 2ഉം 3ഉം ഡിവിഷനുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു കലാശക്കൊട്ടായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രിമാർ അതുപോലെ തന്നെ പാർട്ടികളുടെ ദേശീയ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ ഈ കലാശക്കൊട്ടുകളിൽ കൊണ്ടുവരുന്നതിന് വിവിധ പാർട്ടികൾ പ്രയത്നിക്കുന്നുണ്ട്. പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയാണ് ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിച്ചാലും നാളെയും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കുമൊക്കെ അങ്ങേയറ്റം ഒരു കഠിന പ്രയത്നത്തിൻ്റെ ദിവസം തന്നെയാണ് എന്ന് നമുക്കറിയാം. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 2020 LDF കോർപ്പറേഷൻ സ്വന്തമാക്കി. അതും ഏതാനും സ്വതന്ത്രരുടെ കൂടി അനുഗ്രഹത്തോടു കൂടിയാണ് കൊച്ചി നഗരസഭയിൽ LDF അധികാരത്തിൽ വന്നത്. അതിനു മുൻപ് 2 തവണ UDF ആയിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. പൊതുവിൽ UDF അനുകൂലമായ ഒരു ജില്ലയാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും ജില്ല ചില കേന്ദ്രങ്ങളിലെങ്കിലും മാറി ചിന്തിച്ചിട്ടുമുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ വികസന വിരുദ്ധത മാത്രമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആളുകളൊക്കെ കളത്തിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ.